നമസ്കാരം. അങ്ങനെ ഇടിവെട്ടി പെയ്തൊഴിഞ്ഞ ഒരു മഴയുടെ അവസാനം ഞാനിന്ന് ആദ്യമായിട്ട് എൻ്റെ കിച്ചൺ എക്സ്പീരിയൻസ് ചെയ്തു നോക്കുകയാണ്. ഞാനിന്ന് കിച്ചണിൽ കയറിയോണ്ടാണ് ഇടിവെട്ടി മഴ പെയ്തതാണ് കുക്ക് പറയുന്നത്. അപ്പം ഇന്നത്തെ ഒരു ചിക്കൻ കറിയും പിന്നെ പുട്ടും ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ്. ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, സപ്പോർട്ട് ചെയ്യണം എല്ലാവരും. എന്തായി കുട്ടി ചിക്കൻ കറിയും സെറ്റോ നമ്മൾ ആണുങ്ങൾ ഉണ്ടാക്കുമ്പോഴേ കുറച്ച് എരിവൊക്കെ വേണ്ടേ? ഷാപ്പിലെ കറി പിന്നെ ഈ ചിക്കൻ ഓൾറെഡി നമ്മളത് കഴുകി വെച്ചിരിക്കുന്നതാണ്. ഇനി ഒന്നുകൂടെ ഒന്ന് കഴുകണേ. ഉപ്പിൻ്റെ അമ്മയുടെ 25 വർഷമായിട്ട് സൂക്ഷിച്ച് വെച്ചിരുന്ന ഗ്ലാസ് ഇതാണ് അല്ലേ. ഇത് ഇത് കയറിയപ്പോഴെ തന്നെ പൊട്ടിക്കരുതെന്ന് തന്നെ പറഞ്ഞേക്കാണ്. പുരാവസ്ഥമായിട്ട് വെച്ചേക്കാണ്. തിരുവാനം കൊടുക്കാ അവിടുന്ന് എന്റെ പപ്പ അങ്ങ് ഗൾഫീന്ന് കൊടുത്തുവിട്ട പാത്രം ഗൾഫിൽ സൗദിയിൽ കൊണ്ടുവന്നാണ്. ചിക്കനെ അരപ്പിനകത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ച് സിമ്മിലിട്ടാണ് നമ്മൾ കുക്ക് ചെയ്തെടുക്കേണ്ടത് കേട്ടോ. അങ്ങനല്ലേ? അങ്ങനല്ലേ? ഓക്കെ. ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പറയല്ല, നല്ല തുറന്നപ്പോൾ ഉണ്ടല്ലോ അടിപൊളി മണം. അങ്ങനെ അല്ലേ? ഇതിന്റെ മെക്കാനിസം ആദ്യമായിട്ടാണ്. അതിനാ പറയുന്നത് വല്ലപ്പോഴും അടുക്കളയിൽ ഒന്ന് കയറണമെന്ന്. അപ്പൊ മനസ്സിലായോ ഞങ്ങൾ പെണ്ണുങ്ങൾ കിടന്ന് കഷ്ടപ്പെടുന്നതിന്റെ പാട്? മനസ്സിലായോ? ഇത് ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. വീട്ടിൽ അമ്മയ്ക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന്റെ എക്സ്പീരിയൻസ് കണ്ടറിയാലോ. പിന്നെ ഞാൻ പ്രഗ്നന്റ് ആയിട്ടിരുന്നപ്പോഴും ഇല്ലില്ല, ഇതിന്റെ എക്സ്പീരിയൻസ് എങ്ങനെയാ കിട്ടിയതറിയോ? നാട്ടില് ഈ കല്യാണമൊക്കെ കല്യാണ പരിപാടി തലേന്ന് തേങ്ങ ഇതുപോലെ ഇങ്ങനെ അത് 100-200 തേങ്ങ കാണും. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ തേങ്ങാപ്പാല് പിഴിയുന്ന ഒരു പരിപാടി ഉണ്ട് ഈ അടപ്രഥമന്. അത് ഭയങ്കര റിസ്ക് ആണ് സത്യം പറയാൻ. അതൊക്കെ നാട് സത്യത്തിൽ നല്ല മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇപ്പൊ പിന്നെ എല്ലാവർക്കും ഈവൻ മാനേജ്മെന്റ് കൊടുത്ത് ഫുള്ള്. പണ്ടെന്ന് പറഞ്ഞാല് എല്ലാരും ആ പ്രദേശത്തുള്ള എല്ലാരും ആ ഓഡിറ്റോറിയത്തിലാണെങ്കിൽ വീട്ടിലാണെങ്കിൽ പണ്ടൊക്കെ വീടുകളിലായിരുന്നു കല്യാണമൊക്കെ. അപ്പൊ അവിടെ പന്തലിടാനും പന്തലിടുന്നിടം തൊട്ട് ബാക്കിയുള്ള എല്ലാ പരിപാടികളും നല്ല രസമായിരുന്നു. പക്ഷെ ആ ഒരു സാമൂഹിക ബന്ധം ഇങ്ങനെ വിട്ട് പോവുകയാണ്. ആൾക്കാർ വന്നിട്ടുണ്ട് ഈ നമുക്കിപ്പം ഇതാണ് ഈസി. ഒരാളെ കാറ്ററിംഗ് അല്ലെങ്കിൽ ഇവന്റ് മാനേജറിനെ ഏൽപ്പിച്ചിട്ട് നമുക്ക് എല്ലാവർക്കും എളുപ്പം അതാണ്. പക്ഷെ എല്ലാവരും കൂടെ വന്നിട്ട് അയലത്തുകാരും എല്ലാ ഫ്രണ്ട്സൊക്കെ വന്നിട്ട് വർത്താനം പറഞ്ഞ് ചെയ്യുമ്പോൾ ഓരോ തമാശകള് അന്ന് ഒരു എല്ലാവരോടൊരു ബന്ധം ഉണ്ടായിരുന്നു. 20 വർഷങ്ങൾക്ക് ശേഷം ഇന്നാണ് കേട്ടോ ഈ പുട്ട് ഇങ്ങനെ കുഴയ്ക്കുന്നത് കേട്ടോ. പുട്ടുപൊടി ഇങ്ങനെ കുഴയ്ക്കുന്നത്. അതിന് മുമ്പ് 20 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾക്ക് അവിടെ നാട്ടിലൊരു ക്ലബ്ബുണ്ട്. ആ ക്ലബിൻ്റെ ഓണാഘോഷ പരിപാടിക്ക് പോസ്റ്ററൊക്കെ ഒട്ടിക്കാൻ വേണ്ടി മൈദ കലക്കിയതാണ്. അതിനുശേഷം ഇന്നാണ് കേട്ടോ പുട്ടിങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടി കുഴയത്. ഞങ്ങളുടെ അമ്മ കണ്ടു കഴിഞ്ഞാണല്ലോ ഭയങ്കര വിഷയമാണ് കേട്ടോ. എന്ത് വിഷയം? കാരണം ഇതുവരെ ഞാൻ അമ്മയ്ക്ക് ചെയ്തു കൊടുത്തിട്ടില്ല. ചെയ്തു കൊടുക്കണം. അല്ല, പുരുഷന്മാർ അടുക്കളയിൽ കയറിയാൽ എന്താണ് വിഷയം? എന്താ അഭിപ്രായം? ജെൻഡർ ഇക്വാലിറ്റി ആണ്. അങ്ങനെ പ്രത്യേകിച്ച് ആർക്കും ഒന്ന് ഇന്നത് ചെയ്യണം ഇന്ന ചെയ്യണമെന്ന് പറയാനില്ല. അല്ല, സ്ത്രീകൾക്ക് മാത്രമാണ് അടുക്കള എന്നൊരു കൺസെപ്റ്റ് ഉണ്ടോ? ഇല്ല, അങ്ങനെ ഒരിക്കലും പിന്നെ എന്തിനാണ് അമ്മയെ പേടിക്കുന്നത്? അല്ല, അമ്മയ്ക്ക് ഇതുവരെ ചെയ്തു കൊടുത്തിട്ടില്ല. അമ്മ വിചാരിക്കുന്നില്ലേ
അപ്പൊ ഇനി ഓണത്തിന് നാട്ടിൽ പോകുമ്പോ അമ്മയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കണം. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അമ്മ ചോദിക്കും. അല്ല, ചില സ്ഥലത്തൊക്കെ ഇങ്ങനെ ആൺകുട്ടികൾ അടുക്കളയിൽ കയറിയാ ഭയങ്കര ഷെയിമും അങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കാം. ഇന്നത്തെ എങ്ങനെയല്ല ഇപ്പോഴത്തെ കുട്ടികളെല്ലാം. അല്ല, രഞ്ജുവണ്ണന്റെ അഭിപ്രായം എന്താ അതിനകത്ത്? എന്താ രഞ്ജുവണ്ണൻ അതിനകത്ത് യോജിക്കുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. അങ്ങനെ ഒരു പ്രത്യേകമായിട്ടുള്ളൊരു ഇന്ന ആൾക്ക് ഇന്നത് ചെയ്യണമെന്നൊന്നും അതൊക്കെ ഒരു ക്ലീശയാണ്. കാരണം ഇന്ന ആൾക്ക് ഇന്ന ചെയ്യണമെന്നൊക്കെ അതൊരു ഒരു ഇപ്പോഴത്തെ ജനറേഷൻ ഒന്നും അത് മിക്കവാറും അതിനെ അക്സെപ്റ്റ് ചെയ്യുമെന്ന് തോന്നുന്നില്ല. എല്ലാവരും ചെയ്യും. ഫുഡ് അവർക്ക് പിന്നെ ഈ ഹോസ്റ്റലിൽ അല്ല ഈ ജോലിക്ക് ഒക്കെ പോയിട്ട് ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ഥലങ്ങളിൽ അവർ സ്വന്തമായിട്ട് കുക്ക് ചെയ്ത് കഴിക്കും. അല്ലെങ്കിൽ ഇങ്ങനെ ഫാസ്റ്റ് ഫുഡും കാര്യങ്ങളൊക്കെ അങ്ങനെ കഴിക്കും. അല്ലാതെ ആരെയും ഡിപ്പെൻഡ് ചെയ്ത് ഇന്നത്തെ ജനറേഷൻ നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നല്ല കാര്യമാണ് കേട്ടോ. നമുക്ക് നല്ല ഫുഡ് ഉണ്ടാക്കി കഴിക്കണമെങ്കിൽ അല്ലേ? അല്ല, രഞ്ജോണൻ ഇപ്പൊ ഒരു തോന്നലുണ്ടോ അടുക്കളയിൽ കയറാൻ കുറച്ച് വൈകിപ്പോയെന്നു? രഞ്ജോണൻ ഇത് കഴിച്ചു നോക്കട്ടെ എന്നിട്ടോ. അല്ല, കഴിച്ചു നോക്കിയിട്ട് ഞങ്ങള് പറയാം ഇനി രഞ്ജോണൻ അടുക്കളയിൽ കയറണോ വേണ്ടയോന്ന്. ഓക്കെ. പുറത്ത് നല്ല അടിപൊളി മഴ കണ്ടാ. പുട്ടിനാവി വന്നു കേട്ടോ. പുട്ടിനാവിയും വന്ന് ചിക്കൻ കറി ഇതാ സെറ്റ്. ചെറുതായിട്ട് കയ്യും പുള്ളി. ശരിക്കും നല്ല ടേസ്റ്റും ഉണ്ട്. ഞാൻ വീഡിയോ എടുക്കുന്നതിന് മുമ്പ് ഞാൻ കഴിച്ചു പോയിട്ടോ. ചിക്കൻ കറി നല്ല അടിപൊളി ടേസ്റ്റ്. എനിക്ക് ഭയങ്കര സന്തോഷം. ലാസ്റ്റ് എനിക്ക് തോന്നുന്നു ഞാൻ പ്രഗ്നൻ്റ് ആയ സമയത്തായിരുന്നു രഞ്ജോണൻ അടുക്കളയിൽ കയറിയത്. പക്ഷെ ചിക്കൻ കറി ഒന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. അതുകൊണ്ട് എനിക്കും ഭയങ്കര സന്തോഷം. ഇനി മുതൽ ഞാൻ അടുക്കള രഞ്ജോണന് കൈവിട്ട് കൊടുത്തിരിക്കുന്നു. ഇപ്പൊ ചിക്കൻ കറിയൊക്കെ ഇനി രഞ്ജോണനായിരിക്കും ഉണ്ടാക്കുന്നത്. അപ്പോൾ എനിക്ക് സന്തോഷമായി. ഞാൻ ആദ്യമായിട്ടുണ്ടാക്കിയ ചിക്കൻ കറിയും പുട്ടും അത് ടേസ്റ്റ് ചെയ്തിട്ട് എൻ്റെ ഭാര്യ അത് നല്ല അഭിപ്രായം പറഞ്ഞു. അപ്പോൾ വളരെ സന്തോഷം. വെറുതെ പറഞ്ഞല്ല കേട്ടോ, സത്യം. സത്യം പറയാലേ കുക്കിംഗ് ഇത്രയും അടിപൊളിയാണെന്ന് ഞാൻ സത്യം പറയാലോ എത്രമാത്രം എൻജോയ് ചെയ്ത് അത് ചെയ്തു എന്നുള്ളത് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. നല്ല അത് വേറെ കാര്യമുണ്ട്. സ്ഥിരമായിട്ട് ചെയ്യുമ്പോൾ നമുക്കത് പിന്നെ ഒരു വിരസം തോന്നും. പക്ഷേ വല്ലപ്പോഴും അത് നമുക്കൊരു റിലാക്സിന് വേണ്ടി ചെയ്യുമ്പം ഒരു നല്ല എക്സ്പീരിയൻസ് ആണ് കേട്ടോ. നാളെയും ഞാനിത് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതൊരു ചിലപ്പോൾ എനിക്കൊരു മടുപ്പായിട്ട് തോന്നും. അതുകൊണ്ട് അല്ല ഞാൻ എവിടെ അഭിപ്രായം അറിഞ്ഞു ദച്ചുവിൻ്റെ അടുത്ത് ചോദിക്കട്ടെ. ദച്ചു എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പറായിരുന്നു. ദച്ചു പറയുകയാണെങ്കിൽ അതിനകത്ത് ഇനി ഒന്നും നോക്കാനില്ല, അടിപൊളിയാണ്. നീ അത് കൊള്ളത്തിൽ ഈ ഷെഫിനെ ഞാൻ എങ്ങും വിട്ടു തരുന്നതായിരിക്കില്ല കേട്ടോ. ചിക്കൻ കറി ഉണ്ടാക്കാൻ എന്റെ രഞ്ജോണനെ ചോദിച്ചേക്കരുത്. ആദ്യമുള്ളവര് കിട്ടിയാനാ പോയി. അപ്പം ഇനി ആർക്കെങ്കിലും എൻ്റെ ചിക്കൻ കറി കഴിക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഓക്കെ, ബൈ.